ആൻസർ ചെയ്യുന്ന വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചില്ലി ബേബിക്കോൺ റെസിപ്പിയാണ്. ബേബിക്കോൺ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി റെസിപ്പിയാണ് ഇത്. വളരെ ഹെൽത്തി ആണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 250 ഗ്രാം ബേബിക്കോൺ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം ഇതിന്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് മാറ്റി ഇത് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റാം. ഇതിപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ചെറുതായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഈ കട്ട് ചെയ്ത ബേബിക്കോൺ ഇട്ട് 5 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ ബോയിൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്ത് ഇതിലെ വെള്ളമൊക്കെ മാറ്റിയെടുക്കാം. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ 3 ടേബിൾ സ്പൂൺ മൈദ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബേബിക്കോൺ കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. അതിലേക്ക് കുറച്ചായിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു പേസ്റ്റ് ഈ ബേബിക്കോണിൽ നന്നായിട്ട് കോട്ട് ചെയ്യുന്നത്. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കി വെച്ചിരുന്നു. അതിലേക്ക് ഓരോന്നായി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പായി റെഡിയായി തോന്നുമ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് മാറ്റി വെക്കാം. ഇത് 2 പ്രാവശ്യം ഫ്രൈ ചെയ്യണം. അത് നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടൈം ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേറെ ഒരു പാൻ ചൂടാക്കി അതിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ടിട്ട് ചൂടാക്കിയെടുക്കാം. ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴണ്ട് വന്നാൽ അതിലേക്ക് 1 ഉള്ളി ഇതുപോലെ ഇതളായിട്ട് മുറിച്ചത്, അതുപോലെ തന്നെ മുറിച്ച ക്യാപ്സിക്കം 1 ക്യാപ്സിക്കം മുറിച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ലൈറ്റായിട്ട് ഒരു സോഫ്റ്റ് ആകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കോൺഫ്ലവർ മിക്സ് ആണ്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കളർ ഇപ്പോൾ നന്നായിട്ട് റെഡായിട്ട് വരും, ഒന്ന് നന്നായിട്ട് ചൂടാവുമ്പോൾ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്തതിന് ശേഷം അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത ബേബിക്കോൺ ഒന്നുകൂടി ഫ്രൈ ചെയ്യണം. അതിനായിട്ട് എണ്ണ ഒന്നുകൂടി ചൂടാക്കി അതിലേക്ക് ബേബിക്കോൺ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വേണം ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രിസ്പായി കിട്ടണമെന്നേ ഉള്ളൂ. അതിനായിട്ടാണ് ഈ സെക്കൻഡ് ടൈം ഫ്രൈയിങ് എന്ന് വെച്ചാൽ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിക്സ് ഒന്നുകൂടി ചൂടാക്കി എടുക്കണം. ഇപ്പോൾ നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. നിങ്ങൾക്ക് ലൂസാണ് വേണമെങ്കിൽ, ഗ്രേവി ടൈപ്പ് ആണെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളം ചേർക്കാം. ഇല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. അതിലേക്ക് നമ്മൾ 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുത്ത ബേബിക്കോൺ ചേർത്ത് മിക്സ് ചെയ്യാം. ഇതുപോലെ ചെയ്യുമ്പോൾ ബേബിക്കോൺ നല്ല ക്രിസ്പി ആയിരിക്കും കഴിക്കുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല ചൂടോടെ ക്രിസ്പി ആയിട്ട് സെർവ് ചെയ്യാം. അടിപൊളിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന സ്വീറ്റ് കോണിൻ്റെ മെച്യൂർ ആവുന്നതിന് മുന്നേ ഉള്ള ഒരു സ്റ്റേജിലുള്ള കോണാണ് ഈ ബേബി കോൺ എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒരു വ്യത്യാസവും ഇത് തമ്മിലില്ല.